കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 36 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തേജസ്സും ഓജസ്സും ഒക്കെ പകരുന്നതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യ വായന ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നാം നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ ലംഘിക്കാതിരിക്കുകയും ചെയ്താൽ നമുക്കുണ്ടാകുന്ന അനുഗ്രഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിത്യമായ സ്നേഹം ദൈവം നമ്മളോട് കാണിക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇത് തന്നെയാണ്, നിത്യമായ സ്നേഹം. എപ്പോഴും കർത്താവ് എന്നെ സ്നേഹിച്ച് എന്നെ പരിപാലിക്കണം. അതിന് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കണം. ദൈവവുമായിട്ട് നമുക്കൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാകും, അതിന് ഞാൻ നിങ്ങൾക്ക് ഏകദൈവമായിരിക്കണം. ഈ ഉടമ്പടി ലംഘിക്കാതിരിക്കണം. അങ്ങനെ നമ്മൾ സത്യദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറയുകയാണ്, നിത്യമായ സ്നേഹം നിന്നോട് ഞാൻ കാണിക്കും. രണ്ടാമതൊരു കാര്യം കൂടി ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം അംഗീകരിച്ച ഒരു കാര്യം അവർ പറഞ്ഞത്, പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. ഇന്നും ദൈവം അത് ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിൽ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ പുതിയ നിയമത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എല്ലാ ക്രിസ്ത്യാനികളും പ്രവാചക ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ്. പറയുന്നുണ്ട്, പ്രത്യേക ഒരു പ്രവാചകനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പഴയ നിയമത്തിൽ പല പ്രവാചകന്മാർ, മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ്, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരിലൂടെ വേണേലും ദൈവത്തിന് നമുക്കൊരു ദൂത് തരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സന്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്, നിർദ്ദേശങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്, മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ ഇവർ തന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ദൈവം പ്രവാചകന്മാരിലൂടെ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നു, പക്ഷെ ഞങ്ങളത് ധിക്കരിച്ചു. പ്രവാചകന്മാരിലൂടെ ദൈവം തന്ന സന്ദേശം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് ദൈവം ചെയ്തൊരു കാര്യം, ഞങ്ങളെ ചിതറിച്ചു എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്. അമേരിക്കയിലുള്ളൊരു കുടുംബം, മലയാളികളുടെ കുടുംബമാണ്. അവർ സൂചിപ്പിച്ച ഒരു കാര്യം വെച്ചാൽ, ഞങ്ങൾ ഭാര്യയും ഭർത്താവും, ഞങ്ങൾക്ക് 2 മക്കൾ, പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ് ചിതറിക്കപ്പെട്ട അവസ്ഥയിലാണ്. മകള് കുടുംബത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിവാഹത്തിലേക്ക് പോയി. അവളുമായിട്ട് ഇപ്പോൾ കുടുംബത്തിന് ഒരു കണക്ഷനും ഇല്ല. അവളും ഇങ്ങോട്ട് ബന്ധപ്പെടാറില്ല. മകൻ, അവൻ വിവാഹിതനാകാനും വിസമ്മതിച്ച് അവൻ അവൻ്റേതായ രീതിയിൽ ദൂരെ എങ്ങാണ്ട് പോയി അവൻ തന്നെ താമസിക്കുക. ഇനി ഞങ്ങൾ ഭാര്യയും ഭർത്താവും കാര്യം ഒരു മേൽക്കൂരയ്ക്ക് താഴെയാണേലും മൈലുകളോളം ഞങ്ങൾ മനസ്സുകൊണ്ടാകുന്നവരാണ്. അങ്ങനെ 4 പേരുടെ ആ കുടുംബം അവർ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഞങ്ങൾ ശരിക്കും ചിതറിക്കപ്പെട്ട അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവർ, അതിൻ്റെ കാരണം അവർ തന്നെ കണ്ടെത്തി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമൊന്നുമില്ലായിരുന്നു, ഞങ്ങളുടെ ഭവനത്തിൽ ദൈവകൽപ്പനയ്ക്ക് വലിയ സ്ഥാനമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ
വിശുദ്ധ കുർബാനയ്ക്ക് പോയി കുർബാന അർപ്പിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം ഇത് തന്നെ ഇസ്രായേൽക്കാരുടെ ഇടയിൽ സംഭവിച്ചതായിട്ട് പറയപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. നമ്മുടെ ഇടയിൽ ഒരു ഐക്യം, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഒരൈക്യം വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ദൈവത്തിൻ്റെ ചട്ടം നമ്മൾ ലംഘിക്കാതിരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ചെറിയൊരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്, എങ്കിലും ഒരുപാട് സന്ദേശങ്ങൾ അവിടെയാണ്. ഇനി അതിൽ നിന്നൊരു 2-3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം എടുത്തു കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരാകും. മത്തായി 18:33 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതല്ലേ, നീ നിൻ്റെ സഹോദരനോട് അതനുസരിച്ച് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അത് ചെയ്യാതിരുന്നതിന് അവൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു രംഗം ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല യാക്കോസ്ലീഹ 2-ാം അധ്യായം 13-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തികൾ, പെരുമാറ്റങ്ങൾ അതനുസരിച്ചാണ് നമുക്കും കിട്ടുന്നത്. കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും എന്നുള്ളത് ദൈവം നമ്മെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പറയുണ്ട്, നമ്മളെ വിധിക്കുമ്പോൾ കർത്താവിന് ഇച്ചിരി കരുണയൊക്കെ തോന്നണമെങ്കിൽ അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ സഹജീവികളോട്, നമ്മുടെ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെ വസിക്കുന്നവരോട് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ അല്പം കരുണ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതൊരു കാര്യം കർത്താവ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഹൃദയപൂർവ്വം ക്ഷമിക്കുവിൻ. ഹൃദയപൂർവ്വം ക്ഷമിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 18:35 വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ, എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊരു ക്ഷമ പറയണതല്ല, ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അപ്രകാരം തന്നെ നിങ്ങളോട് പെരുമാറും. പറയുണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയപൂർവ്വം ക്ഷമിക്കേണ്ടത് നമ്മുടെ ആവശ്യം. ഹൃദയപൂർവ്വം ക്ഷമിക്കാത്തവർ വെറുതെ അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. സൈക്കോസൊമാറ്റിക് രോഗങ്ങളിൽ പലതും ഈ ഒരവസ്ഥയിൽ വരുന്നതാണ്. ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് നേരെ ചൊവ്വേ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് ഈ മേഖലയിലുള്ള പല രോഗങ്ങളും. പറയുണ്ട്, അതൊക്കെ ഒഴിവാക്കി ജീവിക്കാൻ, അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് ആവശ്യമാണ് ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നാം ചെയ്യേണ്ട പല കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കൊടുക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അത് എങ്ങനെ ലഭിക്കും എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വചനം നമ്മുടെ ചങ്കിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു വചനമാണ്. ഞാൻ പറഞ്ഞിരിക്കുകയാണ്, കൊടുത്താൽ അമർത്തി കുലുക്കി നിൻ്റെ മടിയിലേക്ക് നിൻ്റെ ദൈവം ഇട്ടുതരും. ഇതിനേക്കാൾ വ്യക്തതയോടെ ദൈവം എന്താ നമ്മളെ പഠിപ്പിക്കേണ്ടത്? നീ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനത്തിൽ പതിരില്ല. അപ്പം അതുകൊണ്ട് ഈ കാര്യം നടക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം, നമ്മുടെ നോമ്പാചരണം അർത്ഥവത്താകണം. നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇറച്ചി മീനും കഴിക്കാതിരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെട്ടത് ചെയ്യാതിരുന്നു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ആത്മാവിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തണം. ഇനി അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.